ഹേ ഗായ്സ്, അപ്പോൾ ഒരു പനി പിടിച്ച ഡേ എങ്ങനെയാണെന്ന് കണ്ടാലും ഈ കാണുന്ന ഞാനേ ആയിരിക്കില്ല കേട്ടോ ലാസ്റ്റ് കാണുമ്പോൾ. നല്ല രീതിക്ക് പനി പിടിച്ചു കേട്ടോ. ചെറുതായിട്ടൊരു മഴ നനഞ്ഞതേ ഇല്ലു. പിന്നെ എന്താ സംഭവിച്ചത് ഒരു പിടുത്തവുമില്ല. അങ്ങനെ ആദ്യം മൻസൂറാണ് കാണിച്ചത്. അമ്മ നേരെ പണിസ്ഥലത്തേക്ക് കൂട്ടാൻ വന്നിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിട്ട്, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പണിസ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ മൻസൂർ ഹോസ്പിറ്റലിൽ പക്ഷെ ഡോക്ടർ നോക്കിട്ട് പറഞ്ഞു പനിയില്ലാതെ. ഡോക്ടറെക്കാളും മുമ്പേ ആര് പറഞ്ഞു ഇതില്ലാതെ തുമ്പി 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 തൊണ്ടി ചെവിയെല്ലാം ഒന്നായി. ഈ കാണുന്ന കിടപ്പില്ലേ, ഞാൻ ഓൾറെഡി കാണിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ട് രാക്കൊണ്ട് ആപ്പിളേക്കാർക്ക് ഒട്ടും വയ്യാണ്ട് ഒരു 5 മണിയാകുമ്പോൾ വീണ്ടും മൻസൂറേക്ക് തന്നെ വന്നു. ആ കിടത്താണ് ഇത്. പിന്നെ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ട്രിപ്പ് ഇട്ടു, മരുന്ന് തന്നു. അപ്പോൾ കുറച്ച് കുറവുണ്ടായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും വീട്ടിലേക്ക് തന്നെ പോയി. വീട്ടിൽ എത്രത്തോളം ഇഷ്ടമായി തോന്നുന്നു. പൂർവാധിക ശക്തിയോടെ പനി തിരിച്ചു വന്നു. അങ്ങനെ മൻസൂറേക്കല്ല പോയിട്ടുണ്ടായത്, ഐശാൾ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ പോയിട്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോ, ഇത് അപ്പം വരുന്ന പനിയല്ലേ. ഫുഡിന് ഒരു കുറവുണ്ടായിട്ടാ, പക്ഷെ വന്ന വായിക്കൊരു ടേസ്റ്റും ഇല്ല, ഒന്നും അറിയുന്നില്ല. എരിവും പുളിയും ഒന്നും അറിയുന്നില്ല. എന്തെല്ലോ ചവച്ചിട്ട് വായിലേക്ക് ഇട്ട് ഇറക്കുന്നല്ലാണ്ട് ടേസ്റ്റ് ഒന്നിൻ്റെ അറിയുന്നില്ല. അങ്ങനെ എന്നെ കാണാൻ ഒരാൾക്കാർ വന്നോണ്ടുണ്ടായിന്. ആദ്യം മേമയാണ് വന്നിട്ടുണ്ടായത്. മേമ കയ്യും വീശി വന്നു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ എനിക്കൊന്നും കൊണ്ടുവരാത്തേന്ന്. പേഷ്യന്റിനെ കാണാൻ വരുമ്പോ സബ്ജക്റ്റിന്റെ പഠിക്കും കൊടുത്തു എനിക്ക് കിട്ടിയിട്ട കള്ളക്കണി നല്ല കണ്ണു പൊട്ടുക. ഇവിടെ എന്നെ ഇന്നലെ ഒറ്റക്കാക്കിട്ട് പോയി. ഇത്രയും ദിവസം ഒക്കെ ഉണ്ടായിട്ട് ഇന്നലെ എനിക്ക് പനി വന്നപ്പോൾ മെയിനായിട്ട് പനിയായിരുന്നു. എന്നെ തൊടാൻ പറ്റാത്തത്ര പനി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ തലവേദന, ഇത് ചുമക്കാൻ പറ്റില്ല, തല എളീറ്റിട്ടായിട്ട് കഷ്ടമാവുന്ന പോലെ തോന്നും. അമ്മാതിരി പനിയായിരുന്നു. ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു പനി വന്നിട്ടാന്ന് തോന്നിട്ടാ. അപ്പം മേമ വന്നാട് മുടിയൊന്നും എനിക്ക് മേമ ഇങ്ങനെ മുടഞ്ഞിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടാണ്. 2 ദിവസമായി ഇതെല്ലാം ഇട്ടിട്ട് എൻ്റെ മുഖത്തെ പിമ്പിൾസ് കുറച്ച് കുറയുന്നുണ്ട്. അപ്പോൾ ഇനി വന്നേക്കണ്ടാവും വിചാരിച്ചിട്ടാണ്. ഇന്നൊക്കെ കുറച്ചൊന്ന് കുറവുണ്ട് കേട്ടോ. ഇത് 3ാമത്തെ ദിവസമാണ്. ഇന്ന് കുറച്ച് കുറവുണ്ട്. അങ്ങനെ ഇറങ്ങി നടക്കാനുള്ള തുടങ്ങി. എനിക്ക് നടക്കാൻ പോയിട്ട് ഇരുന്നാൽ വരെ ഞാനിങ്ങനെ കുഴഞ്ഞ് വീഴുന്ന മാതിരി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുറച്ച് ഓക്കെയാണ്. അങ്ങനെ ചമ്മി വന്നു. ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ചമ്മി വന്നു. ചമ്മി ഇന്നത്തെ എനിക്ക് ചോറ് വായിലിട്ടറിൽ ചമ്മിയുടെ ഡ്യൂട്ടിയാണ്. ഓരോ ദിവസം ഒരാൾ ഒട്ടും കയ്യാണ്ടായടെ 4 പുതപ്പൊക്കെ വെച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അന്നേരമല്ല എൻ്റെ തല ഇങ്ങനെ തലോടി തന്നത് ഈ പൊന്നുവന്ന് പാവ. ഇന്ന് ഇവക്ക് പനിയായി. ഇവളും ട്രിപ്പ് ഇട്ട് പോയിട്ട്. നമുക്കൊരു സുഖമാണോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആരും നമ്മളൊക്കെ ഉണ്ടാവില്ല. നമ്മളെ ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചവർ പോലും നമ്മളൊപ്പം ഡിസ്ചാർജായി. 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിസ്ചാർജായി. ഇപ്പോൾ ഓക്കെ ആണ്. ബട്ട് ചുമയൊന്നും ഫുള്ളായിട്ട് പോയിട്ടില്ല. ഈ ഒരു വീഡിയോ ഇവിടെ എൻ്റെയാണ്. താങ്ക് യു.